നമ്മുടെ ചാനലിൽ ഞാൻ അധികമായിട്ട് കുക്കിംഗ് വീഡിയോസൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഒരു കുക്കിംഗ് സ്പെഷ്യലിസ്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അത് കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ അമ്മ ഒരു കുക്കിംഗ് സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് മറ്റേ തിരളിയപ്പം ഉണ്ടല്ലോ, തിരളിയപ്പം, കുമ്പിളപ്പം, കോട്ടപ്പം എന്നൊക്കെ പറയും, അത് കഴിക്കാൻ കൊതി തോന്നിയിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും അമ്മയും കിച്ചണിൽ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ. ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ മാത്രമേ ഞാൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. തേങ്ങ തിരുകുന്നുണ്ട്, പിന്നെ നമ്മുടെ ഇല കുമ്പിളാക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ്. അമ്മ ദാ ചുറ്റിയിൽ വെച്ചിട്ടാണ് കേട്ടോ ശർക്കര പൊട്ടിക്കുന്നത്. തിരളിയപ്പം ഉണ്ടാക്കുന്ന ഇലയുണ്ടല്ലോ, അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. എല്ലാ പ്രാവശ്യം പൊങ്കാല ടൈം ആകുമ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ മരത്തോടു കൂടി വിൽക്കാറുണ്ട്. മീൻസ് കടയിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് ശിഖരങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ട് പോവാറുണ്ട്. പിന്നെ അവിടെ ഇവിടെ കുറേ ഇലകളൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ ഏട്ടനെ വിട്ട് പറിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് പച്ചരിയാണ് കേട്ടോ. പച്ചരി കുതിർത്ത് പൊടിച്ച് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഏലക്ക ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ശർക്കര. ഇത് മിക്സ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ വെള്ളമൊന്നും അധികമായിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ പഴം ഉണ്ടല്ലോ, പഴം വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് എൻ്റെ അമ്മ ഒരു സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹെൽപ്പൊക്കെ മാത്രമേ അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നമ്മളത് എത്ര തന്നെ വീട്ടിലുണ്ടാക്കിയാലും നമ്മൾ പൊങ്കാല സ്ഥലത്തിരുന്ന് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല. അതെൻ്റെ തോന്നൽ മാത്രമാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ്, പൊങ്കാലയ്ക്ക് മുമ്പ് ഒരു ടേസ്റ്റ്, എനിക്ക് രണ്ടും രണ്ടായിട്ടാണ് കേട്ടോ ഉള്ളത്. ആദ്യം ഈ ഇല കുമ്പിള് കുത്തിയാണ് ഞങ്ങളിത് ഉണ്ടാക്കുന്നത്. കാരണം നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. പക്ഷെ എനിക്ക് കുമ്പിള് കുത്തി ഉണ്ടാക്കുന്നത് അത്ര ഇഷ്ടമല്ല. എല്ലാം ഒന്നൊക്കെ തന്നെയാണ്, പക്ഷെ എനിക്ക് ഇങ്ങനെ കഴിക്കുന്നതിനേയും കാട്ടിയും ഇങ്ങനെ മാല പോലെ ഉണ്ടാക്കുന്നുണ്ട്, അതാണ് ഭയങ്കര ഇഷ്ടം. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചത് ഇങ്ങനെ കുമ്പിള് കുത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ സ്റ്റീം ചെയ്താണ് ഇത് വേവിക്കേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പ് അങ്ങനെ ഉണ്ടാക്കിയെങ്കിലും രണ്ടാമത് ഞങ്ങളത് ഈ മാല പോലെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടാമത്തത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചായയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. കട്ടൻ ചായയാണ് ഇതിൽ ഭയങ്കര ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കോമ്പിനേഷൻ കട്ടൻ ചായയും ഇതും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എനിക്ക് പാൽ ചായയാണ് പേഴ്സണൽ ഫേവറേറ്റ് എന്നുള്ളത് കൊണ്ട് പാൽ ചായ ഉണ്ടാക്കി. അപ്പോൾ ഫൈനലി ഞങ്ങൾക്ക് രണ്ടും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പെഷ്യലിസ്റ്റ് വന്നിട്ട് എന്തോ ഇല്ലെന്ന് ഇങ്ങനെ കുത്തി നോക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഇലയുടെ മണവും ഈ ശർക്കരയുടെയും ഏലക്കയുടെയൊക്കെ മണവും വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് കഴിക്കാനുള്ള ക്രേവിങ്സ് തോന്നും. അങ്ങനെ ഞാനും ഏട്ടനും കൂടിയിട്ട് ചായയും ഇതൊക്കെ ഇട്ട് കഴിക്കാനായിട്ട് എടുക്കുകയാണ്. അതിൻ്റെ ചേട്ടൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, ചേട്ടൻ വിചാരിച്ചു ഞാനായിരിക്കും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതെന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു കൂടുതൽ എക്സ്പ്രഷനൊന്നും വാരി വിതറണ്ട, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, ഇത് അമ്മ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാത്രമല്ല, അച്ഛനും അമ്മയും സിസ്റ്ററും ഇതും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കേട്ടോ ചായ കുടിച്ച്